എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഉം, ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഞാൻ തമിഴ്നാട്ടില് തമിഴില് തിരുക്കുറൾ ഉണ്ട്. തിരുവള്ളുവരിൽ തിരുക്കുറൾ ഉണ്ട്. അതില് ഒരു തിരുക്കുറൾ എടുത്തിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം ഇത് പ്രകൃതിയിൽ ക്യാരിയിങ് കപ്പാസിറ്റി എന്നൊരു സംഭവത്തിനോട് കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഈ തിരുക്കുറളാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ ആദ്യമേ ഞാനൊരു ക്ഷമ ചോദിച്ചോളാം. എനിക്ക് അത്രയും മലയാളം അറിയില്ല, അതുകൊണ്ട് ഇത് ഏതെങ്കിലും പ്രൊണൗൺസിയേഷൻ മിസ്റ്റേക്ക് വന്നാൽ ക്ഷമിക്കണം. സോ ആദ്യം ഞാൻ ആ കുറൾ വായിക്കാം. പീലിപ്പൈ സാകാടും അച്ചിരും അപ്പണ്ടം സാള മികുത്തത് പെയ്യും എന്നതാണ് ഈ തിരുക്കുറൾ. ഇത് തമിഴില് തിരുക്കുറളില് അരസിയൽ എന്ന ഒരു അധികാരത്തില് 475 ഒരു തിരുക്കുറളാണ്. ഓക്കെ. അപ്പോ ഇതിന്റെ അർത്ഥം, അതായത് പീലി, മയിൽപീലി അളവിൽ ചെറുതാണെങ്കിലും, അതായത് അതിന്റെ വെയിറ്റ് ചെറുതാണെങ്കിലും അതിന്റെ അളവ് ചെറുതാണെങ്കിലും അത് നമ്മളൊരു കാളവണ്ടിയിൽ കയറ്റുമ്പോൾ അതിന്റെ അളവ് കൂടിപ്പോയാൽ, എത്ര സൈസ് ഒരു പീലി എടുക്കുമ്പോൾ അതിന്റെ സൈസ് അല്ലെങ്കിൽ അതിന്റെ അളവ് ചെറുതാണെങ്കിലും അതിന്റെ വെയിറ്റ് ചെറുതാണെങ്കിലും അളവിന് അധികം വണ്ടിയിൽ കയറ്റി കഴിഞ്ഞാൽ അതിന്റെ അച്ച് ഒടിഞ്ഞു പോകുന്നതാണ്. എന്ന് വെച്ചാല് വെയിറ്റ് കൂടുമ്പോൾ അതിന്റെ കാളവണ്ടിയുടെ അച്ച് ഒടിഞ്ഞു പോകും എന്നതാണ് ഇതിന്റെ ഒരു ചുരുക്കത്തിലുള്ള ഒരു അർത്ഥം. അപ്പൊ ഇത് ഞാൻ പ്രകൃതിയിലെ ക്യാരിയിങ് കപ്പാസിറ്റി എന്നതിനോടാണ് കണക്ട് ചെയ്ത് സംസാരിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മള് പ്രകൃതിയിൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പ്രകൃതിയിലെ ഏതൊരു സംഭവം, ഏതൊരു സാഹചര്യം വരുമ്പോഴും അതിനൊരു ക്യാരിയിങ് കപ്പാസിറ്റി എന്നത് ഉണ്ട് എന്നതാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. എന്നുവെച്ചാല് ഏതൊരു സത്തയ്ക്കും ഏതൊരു പ്രകൃതിയിലെ ഏതൊരു സത്തയ്ക്കും ഏതൊരു സംഭവത്തിനും അത് പ്രവർത്തിക്കാവുന്ന ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞാല്, അതിൻ്റെതായ ഒരു കപ്പാസിറ്റി കഴിഞ്ഞാല് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി പോകും എന്നതാണ്. അപ്പോ മലയാളത്തിൽ ഈ ക്യാരിയിങ് കപ്പാസിറ്റി എന്നതിന് വഹനക്ഷമത എന്നാണ് പറയണമെന്ന് ഞാൻ അറിഞ്ഞത്. പ്രകൃതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ ജീവിതത്തിൽ കാണുന്ന ഓരോ ആക്ടിവിറ്റീസും ഓരോ ഇടപെടലുകളും ഇപ്പോ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഓരോ വ്യക്തിപരമായിട്ട് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ആയിക്കോട്ടെ, കണക്ഷൻസ് ആയിക്കോട്ടെ, എനർജി ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, ഏതൊരു വിഷയത്തിലും നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അതിൽ കാണാൻ പറ്റും, അത് ശ്രദ്ധിക്കാൻ പറ്റും. എന്ന് വെച്ചാല് ഇപ്പോ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് താങ്ങാവുന്ന ഒരു പരിധിയുണ്ട്. നമുക്ക് മാത്രമല്ല, ഈ സമൂഹത്തിലും ഈ ഭൂമിക്കും പരിസ്ഥിതിക്കും ഏതൊന്നിനും ആ മെറ്റീരിയൽ ആയിട്ട് താങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോ കൂടുതൽ ഭാരം പൊക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ അതിനെ നമ്മുടെ പെയിനോട് കൂടിയല്ലേ നമ്മളത് കൈകാര്യം ചെയ്യുന്നത്. എന്ന് വെച്ചാല് നമുക്കൊരു പരിധി ഉണ്ടല്ലോ, പൊക്കാവുന്ന ഒരു ശരീര വെയിറ്റിന്റെ അല്ലെങ്കിൽ ആ മനസ്സിന്റെ ആ ശരീരത്തിന്റെ ഒരു കപ്പാസിറ്റിയുടെ ഇത് വെച്ച് നോക്കുമ്പോൾ ആ മെറ്റീരിയൽ എടുക്കാവുന്ന ഒരു അളവ് കഴിഞ്ഞിട്ട് നമ്മൾ പൊക്കുമ്പോൾ ആ ശരീരം തന്നെ മൊത്തം അതിനെ റിജക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അന്ന് എതിർക്കുന്ന രീതിയിലാണ് നമ്മുടെ ശരീരത്തിന് ഭാരം കൂടുമ്പോൾ പെയിൻ തരുന്നത്, അല്ലെ? അപ്പോ അതുപോലെ തന്നെയാണ് ഇമോഷണൽ കാര്യങ്ങളും. എന്ന് വെച്ചാൽ നമ്മൾ ഇമോഷണലി വളരെ കൂടുതൽ ലോഡ് എടുക്കുന്നു, ഡൗൺ ആവുന്നു. അപ്പോ എത്രത്തോളം നമ്മൾ ഇമോഷണൽ ആയിട്ട് സപ്രസ് ആവുന്നു, എത്രത്തോളം നമ്മൾ ലോഡ് എടുക്കുന്നുണ്ടോ അത്രത്തോളം നമ്മൾ ടോട്ടലി ഡൗൺ ആവും. അതുകൊണ്ട് നമ്മുടെ ഏതൊരു ആക്ടിവിറ്റീസും മുടങ്ങും. എന്ന് വെച്ചാൽ ഈ മെന്റലി പ്രശ്നങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ടാണ്, മാനസിക രോഗങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. എടുക്കാവുന്ന ഒരു പരിധി, അതിന്റെ അപ്പുറത്തും നമ്മൾ ഇമോഷണലി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അടുത്തത് ഫങ്ഷണൽ. എന്നുവെച്ചാൽ നമ്മൾ പ്രവർത്തിക്കാൻ ഒരു പരിധിയുണ്ട്, അല്ലെ? നമ്മൾ കൂടുതൽ ഈ ബിസിനസ് ആക്ടിവിറ്റീസിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുമ്പോൾ, ഇപ്പം മിനിഞ്ഞാനൊക്കെ നമ്മൾ കോമ്പറ്റീഷൻ, കുട്ടികളുടെ കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. പരിധി കഴിഞ്ഞിട്ടാണ് നമ്മൾ രാത്രി പകലുമായിരുന്ന വർക്ക് ചെയ്തത്. അപ്പൊ അത്രയും ലോഡാണ് നമുക്ക് വരുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കണം നമ്മൾ ജീവിതത്തിൽ, അല്ലെങ്കിൽ അത് പ്രിക്കോഷൻ എടുക്കണം. അതിന് മുമ്പേ നമ്മൾ അതിൻ്റെതായ പ്രിക്കോഷൻ എടുത്ത് നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിൽ വെച്ചിട്ടുണ്ടാവണം. എങ്കിൽ നമുക്ക് അത്രയും ഫങ്ഷനായി ആ ഒരു ലോഡ് എടുക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ നോളേജ്, കൂടുതൽ നോളേജ് എടുത്തു കഴിഞ്ഞാൽ
അതിന് വലുതായിട്ട് പ്രശ്നം നമുക്ക് കണ്ടെത്താൻ പറ്റില്ലെങ്കിലും ചില സ്ഥലങ്ങളിൽ നമുക്ക് ആ കൂടുതൽ നോളജ് എടുക്കുന്നതിന്റെ ഇപ്പോ നമ്മൾ അധികം ലോഡായി ഒരു സ്റ്റക്കായിരിക്കുന്ന ഒരു അവസ്ഥ വരും കൂടുതൽ നോളജ് നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ. അപ്പൊ അതിനൊരു ചെറിയ ബ്രേക്ക് കൊടുക്കേണ്ടി വരും, കുറച്ചു കാലത്തേക്ക് നമ്മൾ മിണ്ടാതിരിക്കേണ്ടി വരും. അപ്പോൾ അതിനാണ് ഈ മെഡിറ്റേഷൻ, ധ്യാനം. അതിലൂടെ നമ്മൾ കുറെ കാര്യങ്ങൾ അറിയുന്നുണ്ട്, പക്ഷെ എന്നാലും അതൊരു ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് പോകുന്നത്. അപ്പൊ അടുത്തത് മെന്റൽ ആക്ടിവിറ്റീസ്. നമ്മൾ മെന്റലി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇപ്പോ സ്കൂൾ കുട്ടികളൊക്കെ നോക്കുമ്പോൾ മാത്സ് സോൾവേഷൻ, അത് അതൊരു മെന്റൽ ആക്ടിവിറ്റിയാണ്. അപ്പൊ കൂടുതൽ അത് ലോഡ് എടുക്കുമ്പോൾ ചില കുട്ടികൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ, കൂടുതൽ പ്രഷർ വരുന്നു എന്ന് പറയാറുണ്ട്. ഇപ്പൊ ഈ സ്കൂളിംഗ് സിസ്റ്റം തന്നെ കൂടുതൽ മെന്റൽ ആക്ടിവിറ്റീസ് തരുന്നു. അപ്പൊ അവർക്ക് ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അവര് നോർമലി ഉള്ള അവസ്ഥയിൽ നിന്നും മാറി ഒരുപാട് പ്രഷറിലേക്കാണ് ആയി പോകുന്നത്. അടുത്തത് ഫുഡ്. നമ്മൾ ഭക്ഷണം ഓരോ മനുഷ്യനും അല്ലെങ്കിൽ ഓരോ ജീവിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു അളവുണ്ട്. അത് നമുക്ക് മനസ്സിലാവും. ഈ ശരീരം തന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു പരിധിക്ക് ശേഷം ഏമ്പക്കം വരും. ആ ഏമ്പക്കം വരുമ്പോൾ ഭക്ഷണം നിർത്തണം എന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ആർത്തി കൊണ്ടോ ഇല്ലെങ്കിൽ കൂടുതൽ മെന്റലി അത് തൃപ്തിയാവാത്തത് കൊണ്ടോ നമ്മൾ കൂടുതൽ കഴിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം തന്നെ അത് എടുക്കും. അപ്പോ ഇത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ലോഡ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിൽ പറയണെങ്കിൽ ഈ കല്യാണ വീടുകളിലൊക്കെ പോയിട്ട് ബിരിയാണി കഴിക്കുമ്പോൾ, ബിരിയാണി കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഒരു ക്ഷീണം തോന്നില്ലേ, ഒരു ഉറക്കം തോന്നില്ലേ? അപ്പോ അതാണ് ഇതിൽ പറയുന്നത്. എന്ന് വെച്ചാല് കൂടുതൽ ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ അതും പ്രശ്നം തന്നെയാണ്. ആ ഒരു ലിമിറ്റ് എപ്പോഴും ഫോളോ ചെയ്യണം. നമ്മളിപ്പോ ഈ സ്കൂൾ സിസ്റ്റത്തില് അല്ലെങ്കിൽ ഒരു ഓഫീസ് സിസ്റ്റത്തില് ശീലിച്ചു വന്നത് കൊണ്ട് രാവിലെ 8 മണിക്ക് കഴിക്കണം, ഉച്ചയ്ക്ക് 1 മണിക്ക് കഴിക്കണം, രാത്രി 8 മണിക്ക് കഴിക്കണം എന്ന ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ വേറൊരു തിരുക്കുറളിൽ തന്നെ ഇത് പറയുന്നുണ്ട്. എന്നുവെച്ചാല് നമുക്ക് കഴിച്ച് അത് ദഹിച്ചു എന്ന് അറിഞ്ഞതിന് ശേഷം വേണം അടുത്ത നേരം ഭക്ഷണം കഴിക്കാൻ എന്നതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അത്രയും നമ്മൾ ഗ്യാപ്പ് കൊടുക്കണം ഭക്ഷണത്തിന്. അമിതമായ ഭക്ഷണം കഴിക്കണം. സിമ്പിളായിട്ട് ദഹിക്കാൻ ഭാഗത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം എന്നതാണ്. അടുത്തത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് തമിഴില് ഒരു ചൊല്ലു പറയും, അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം, അടുത്തടുത്ത് പോയാൽ ബന്ധങ്ങളും അകലും എന്നതാണ്. എന്ന് വെച്ചാല് ഇടപെടുന്നതിന്റെ ആ റിലേഷൻഷിപ്പിൽ ആകുന്നതിന്റെ ഒരു പരിധിയുണ്ട്. നമ്മൾ എത്രത്തോളം അടുക്കുന്നുണ്ടോ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അടുക്കും തോറും അത് അകന്നു പോയിക്കൊണ്ടിരിക്കും എന്നതാണ്. നമ്മൾ കൈകാര്യങ്ങൾ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധുവിന്റെ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഏതിനും നമ്മളൊരു പരിധി വെക്കണം. വെച്ചാൽ ആ ഒരു ഡിറ്റാച്ച്മെന്റോട് കൂടിയുള്ള ഒരു അറ്റാച്ച്മെന്റ് വേണം എന്നതാണ് ഇതില് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത്രയും നമുക്ക് സൂക്ഷിക്കണം എന്നതാണ് ഈ വിഷയത്തിൽ. പിന്നെ കണക്ഷൻസ്, ഒരുപാട് കണക്ഷൻസ് ഉള്ളത് നല്ലതാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഈ ഒരുപാട് കണക്ഷൻസ്, ചിലപ്പോ ഒരു ചെറിയ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും കണക്ഷൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് ഒരു ഭാരമാണ്. അറിയാവുന്ന ഒരു കുറച്ച് കണക്ഷൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും അതും സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻസ് ആണ് വേണ്ടത്. ആ കുറച്ച് കണക്ഷൻസ് ആണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻസ് ആണ് വേണ്ടത്. അപ്പോ നന്മ അടക്കം നമ്മൾ ആ ഒരു ലിമിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നതാണ്. പ്രകൃതിയിൽ ഏതൊന്നിന്റെയും ഈ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ ആ ക്യാരി ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞില്ലേ, ഈ നന്മ അടക്കം അതിനൊരു കപ്പാസിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ നന്മ ചെന്ന് ആ ഒരു സാഹചര്യത്തിലേക്ക് കയറി ചെന്ന് ആ ചെയ്യുന്ന നന്മ നമ്മളിൽ കൂടുതൽ കർമ്മഭാരങ്ങളെ ഉണ്ടാക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഇത്രയും വിഷയങ്ങൾ ഈ പ്രകൃതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രകൃതിക്ക് അറിയാം എല്ലാത്തിനും. ഇപ്പോ ഈ കൃഷിയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. കൃഷിക്കാര് ഇപ്പൊ മോഡേൺ കൃഷിക്കാർ ചെയ്യുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ അതിൽ വളം കൂട്ടി കൂടുതൽ രാസവളം ഇട്ട് അതിനെ നശിപ്പിക്കുക എന്നുള്ള പരിപാടി. എന്ന് വെച്ചാൽ കൂടുതൽ വിളവ് കിട്ടും, കൂടുതൽ വിളവ് കിട്ടും എന്നൊരു കോൺസെപ്റ്റിലാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇത് ഈ ഗ്രീൻ റെവല്യൂഷന്റെ ഭാഗമായിട്ട് വന്നതാണ് എന്നൊന്നും പറയുന്നത്. അപ്പൊ മണ്ണിന് ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, ആ കപ്പാസിറ്റിയും കഴിഞ്ഞിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്.
അപ്പോ കുറച്ചു കാലം കഴിയുമ്പോ മണ്ണ് മൊത്തം അതിൻ്റെതായിട്ടുള്ള കപ്പാസിറ്റി കഴിഞ്ഞ് ഒരു ഉൽപ്പാദിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറും. പക്ഷേ നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, നേരത്തെ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ പ്രകൃതി ഏതൊന്നിനെയും തിരിച്ചു കൊണ്ടുവരും എന്ന് വെച്ചാൽ അതിൻ്റെതായ വഴിയിൽ വിട്ടു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരും. അപ്പൊ ആ ഒരു ഓർമ്മ നമുക്ക് വേണം. ഇത്രയും വിഷയങ്ങൾ ഈ മെറ്റീരിയൽ ആയിട്ട്, ഇമോഷണൽ ആയിട്ട്, ഫങ്ഷണൽ ആയിട്ട്, നോളജ് ആയിട്ട്, റിലേഷൻഷിപ്പ് ആയിട്ട്, കണക്ഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്ന ഓരോ ലോഡിനെയും ഒന്ന് ജസ്റ്റ് നിർത്തി വെച്ചാൽ മതി, നമ്മളൊന്ന് റെസ്റ്റ് എടുത്താൽ മതി. ഈ ശരീരത്തിന് ഫുഡ് കഴിച്ചിട്ട് ആ ക്ഷീണം വരുമ്പോൾ നമ്മളൊന്ന് റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറയുന്നില്ലേ, അതുപോലെ ഈ പ്രകൃതിയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും എടുക്കുന്ന ലോഡുകളിൽ ബുദ്ധിമുട്ടുമ്പോൾ നമ്മളൊന്ന് റെസ്റ്റ് കൊടുത്താൽ മതി. ഈ മണ്ണിന് നമ്മൾ റെസ്റ്റ് കൊടുത്താൽ മതി, അതിൻ്റെതായ രീതിയിൽ അതിനെ റിവൈവ് ചെയ്തോളും. പ്രകൃതിയിൽ അതിൻ്റെതായ രീതിയിൽ റിവൈവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ശരീരത്തിനും അതുപോലെ തന്നെ അതിൻ്റെതായ രീതിയിൽ അത് റിവൈവ് ചെയ്തോളും. നമ്മൾ അതിന് വഴിവിട്ട് കൊടുത്താൽ മതി, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ് ഇതിൽ നിന്ന് പറയേണ്ടത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതം സ്മൂത്ത് ആയിട്ട് പോകും. സുസ്ഥിരതയിൽ നമ്മൾ ഇതാണ് പറയുന്നത്, നമ്മൾ ഏതിനുണ്ടെങ്കിലും ലോഡ് കുറഞ്ഞ സ്മാർട്ടായിട്ട് അതിന് കൈകാര്യം ചെയ്യാൻ പഠിക്കണം എന്നതാണ്. ഇത്രയും വിഷയങ്ങൾ എനിക്കിന്ന് സംസാരിക്കാൻ, നിങ്ങളുടെ മുമ്പിൽ ഇതിനെ അവതരിപ്പിക്കാൻ ചാൻസ് കിട്ടിയതിന് നന്ദി. നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.